നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ്. ഇൻവെർട്ടർ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് ഓവറായിട്ട് വരുന്നുള്ളത്. കറണ്ട് ബില്ല് ഓവറായിട്ട് വരുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് ബാറ്ററി ചാർജിങ്ങിൽ വരുന്ന പ്രശ്നം. നമ്മുടെ ഇൻവെർട്ടറിൻ്റെ എഫിഷ്യൻസിയിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ കറണ്ട് ബില്ല് ഓവറായിട്ട് കൂട്ടുന്നത്. സാധാരണഗതിയിൽ ബാറ്ററി ചാർജ് ആവുന്ന 3 ഘട്ടങ്ങളിലൂടെയാണ്. അതിലൊന്ന് ബൂസ്റ്റ്, മറ്റൊന്ന് അബ്സോർപ്ഷൻ മോഡ്, മറ്റൊന്ന് ഫ്ലോട്ട് ചാർജിങ്. ബൂസ്റ്റ് ചാർജിങ് എന്ന് പറയുമ്പോൾ ബാറ്ററി ഡിസ്ചാർജിംഗ് മോഡിൽ ഇരിക്കുന്ന ബാറ്ററി നമ്മൾ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡിൽ ഹൈ കറണ്ട്, ഹൈ വോൾട്ടേജിൽ ചാർജ് ആകും. ബൂസ്റ്റ് ആകുമ്പോൾ ആ സമയത്ത് നല്ല ഹൈ കറണ്ട് എടുക്കും. അതിനുശേഷം ഒരു 80% ചാർജ് ആയി കഴിഞ്ഞാൽ ചാർജിങ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അബ്സോർപ്ഷൻ മോഡിലേക്ക് പോകും. അബ്സോർപ്ഷൻ മോഡിലേക്ക് ബാറ്ററി ചാർജിങ് വന്നു കഴിയുന്ന സമയത്ത് ഒരു മൈന്യൂട്ട് കറണ്ട്, നല്ല ബ്രാൻഡഡ് ഇൻവെർട്ടറിൽ, നല്ല ഇൻവെർട്ടറിലൊക്കെ ഏകദേശം 0.6, 0.6 0.5 ഈ രീതിയിലായിരിക്കും ആംബിയർ എടുക്കുക. എന്നാൽ അൺബ്രാൻഡഡ് ലോക്കൽ ഇൻവെർട്ടറുകളിൽ ഇതൊരു 1.2, 1.3 ആംബിയറിന് മേളിലുണ്ടാവും. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് എടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഹൈ കറണ്ട് എടുക്കുന്ന ബാറ്ററിയിൽ കറണ്ട് ബില്ല് സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും വരിക. അപ്പോൾ ഇൻവെർട്ടർ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും നമുക്ക് അബ്സോർപ്ഷൻ നമ്മുടെ വരുന്ന കറണ്ട്, അതായത് കണ്ടിന്യൂസ് റൺ ആവുന്ന കറണ്ട് എപ്പോഴും 1 ആംബിയറിന് താഴെ നിൽക്കാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.